പൈതങ്ങളോട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഇങ്ങനെ ലേസ് കഴിക്കരുത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, അത് റിഫൈൻഡ് ഓയിലിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. റിഫൈൻഡ് ഓയിൽ ഒരുപാട് ട്രാൻസ് ഫാറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഒമേഗ 6 ഫാറ്റി ആസിഡ്സ് ഒരുപാടുണ്ട്. ഇത് നമ്മുടെ ബോഡിയിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഇൻഫ്ലമേഷൻ, കാർഡിയാക് ഡിസീസ്, ഒബിസിറ്റി അങ്ങനെയുള്ള കണ്ടീഷൻസ് വരും. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ചെറിയ പാക്കിൽ ഒരുപാട് സോൾട്ട് ഉണ്ട്. ഈ സോൾട്ട് ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാക്കും. അത് കാരണം വാട്ടർ റിട്ടൻഷൻ ഉണ്ടാവും. അപ്പൊ ഹൈപ്പർ ടെൻഷന് ഒരുപാട് ചാൻസസ് ഉള്ള ഒരു ഐറ്റം ആണ് ലേസ് എന്ന് പറയുന്നത്. പിന്നെ അതിൽ ഒരുപാട് കലോറീസ് ഉണ്ട്. ഫാറ്റും കാർബ്സും ഉള്ള കാരണം ഒരുപാട് കലോറീസ് ഉണ്ട്. പക്ഷെ അതിൽ ന്യൂട്രീഷ്യൻസ് ആയിട്ടൊന്നുമില്ല. പ്രോട്ടീൻ ഇല്ല, മിനറൽസ് ഇല്ല, വൈറ്റമിൻസ് ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഹൈ കലോറി വരുന്നത് കാരണം വെയിറ്റ് ഗെയിനും നല്ല ചാൻസസ് ഉള്ള ഒരു ഐറ്റാണ് ലേസ് എന്ന് പറയുന്നത്. പിന്നെ ഒരു റീസൺ എന്ന് പറയുന്നത്, ഈ ഹൈ ഹീറ്റിൽ പൊട്ടറ്റോ ഫ്രൈ ചെയ്യുമ്പോൾ അക്രലമൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കെമിക്കൽ ഫോം ഉണ്ടാകുന്നുണ്ട്. ഈ കെമിക്കൽ ഫോം നമ്മുടെ ബോഡിയിൽ എത്തുമ്പോൾ റെഗുലർ ആയിട്ട് ബോഡിയിൽ എത്താണെന്നുണ്ടെങ്കിൽ ക്യാൻസർ റിസ്ക് വരെ ഉണ്ടാക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ടെന്ന് ലോങ് ടേം സ്റ്റഡീസിൽ പ്രൂവൻ ചെയ്തിട്ടുള്ളതാണ്. പിന്നുള്ളത് ഇതിന് ഒരു ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. കാരണം ഇതിൽ ഹൈ ഫാറ്റും ലോ ഫൈബർ കണ്ടന്റും ആണ് ഉള്ളത്. അങ്ങനെ വരുമ്പോൾ അസിഡിറ്റി, ബ്ലോട്ടിങ്, ഗ്യാസ്ട്രിക് ഇഷ്യൂസ്, അങ്ങനെ സ്റ്റൊമക് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസ് കണ്ടീഷൻസും വരാം. പിന്നെ ഇതിനൊരു അഡിക്റ്റീവ് നേച്ചർ ഉണ്ട്. കാരണം സോൾട്ട്, സ്പൈസി, ക്രഞ്ചിനെസ് ഇത് മൂന്നും ഒരുമിച്ച് വരുന്നത് കാരണം ബ്രെയിനിന് ഒരു റിവാർഡ് സിസ്റ്റം സ്റ്റിമുലേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ ഒരു അഡിക്റ്റീവ് നേച്ചർ ഇതിന് ഉണ്ടാക്കാനായിട്ടും പറ്റും. അതുകൊണ്ട് ഈ സ്നാക്സ് ഇഷ്ടപ്പെടുന്ന കുട്ടികൾ ഇത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാനും, അവർക്ക് അത് കാരണം വെയിറ്റ് ഗെയിൻ, ഒബിസിറ്റി, ഹൈ കലോറി ഒക്കെ ആണല്ലോ, അത് കാരണം വെയിറ്റ് ഗെയിൻ, ഒബിസിറ്റി ഇങ്ങനെയൊക്കെ ഉണ്ടാവാനായിട്ട് ഒരുപാട് ചാൻസസ് ഉണ്ട്. റെഗുലർ ആയിട്ട് കഴിക്കുന്നത് മാക്സിമം ഒഴിവാക്കുക, അതായിരിക്കും നമ്മൾക്ക് നല്ലത്. പിന്നെ ഇടയ്ക്ക് ഒക്കേഷണൽ ആയിട്ട് കഴിക്കുന്നത് അത്രയ്ക്കും ഹാംഫുൾ അല്ല എന്നുണ്ടെങ്കിലും റെഗുലർ ആയിട്ട് കഴിക്കുന്നത് മാക്സിമം ഒഴിവാക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കും.